നമുക്ക് കോളേജ് ഈവനിങ് റൊട്ടീൻ കാണാം. ദിസ് ഈസ് ശ്രദ്ധ ആൻഡ് യു വാച്ചിങ് ഏഞ്ചൽ ബോക്സ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കോളേജ് വിട്ട് വന്നിട്ട് ഞാൻ ദിവസവും ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് കാണാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് സംസാരിച്ചതൊന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കസിൻസ് അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനായിരുന്നു ഇരുന്നത്. കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ എഴുതി പഠിച്ചാലേ പാടിയുള്ളൂ. പിന്നെ ഞാൻ എഴുതിയൊക്കെ കഴിഞ്ഞിട്ട് വായിക്കണം, അപ്പോഴേ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മ എന്തോ ഒരു സിനിമ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു, ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഡയറി മിൽക്കും പിന്നെ ഒരു നന്നാരി സർബത്തും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പഠിക്കുമായിരുന്നു. അപ്പോൾ ഒരു ചോക്കിപ്പയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അമ്മ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ഒരു ബ്രൈഡൽ മെഹന്തി ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇട്ട് കൊടുത്തു. പിന്നെ വാട്ടർ മെലോൺ കഴിച്ചു. വാട്ടർ മെലോണൊക്കെ റൗണ്ടാക്കിയിട്ട് ആ ഒരു സ്കൂപ്പ് പോലത്തെ ഒരു സംഭവത്തിൽ റൗണ്ടാക്കി ഇട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായപ്പോൾ ചായയും കുറച്ച് മാഗിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുണ്ട്, ഈ മാഗി കഴിക്കുന്നത്. അതിൽ പെപ്പറൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പെപ്പറൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്യുന്നത്. ഇത് 3 ദിവസത്തെ ഈവനിങ് വ്ലോഗാണ് കേട്ടോ, കോളേജ് വിട്ടിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നു, 2 ഹൈഡ് ആൻഡ് സീക്ക് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത ദിവസത്തെ ഈവനിങ് ആണ്. അപ്പോൾ അത് ഞാൻ വന്നിട്ട് 2 ദിവസത്തെ ഈവനിങ് വ്ലോഗേ ഉള്ളൂ, 3 ദിവസമില്ല. അപ്പോൾ അടിച്ച് വരുന്നുണ്ട്, നല്ലപോലെ അടിച്ച് വരും. ഇതൊക്കെ ഞാൻ ദിവസവും ചെയ്യുന്ന ഒരു റൊട്ടീനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്പും മുളകും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ കുറച്ച് നേരം പാട്ട് കേട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കായിരുന്നു. അതേ തന്നെ കുറച്ചും കൂടെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ അതന്നെ ഒന്നും കൂടെ പഠിച്ച് നോക്കി ഒക്കെ ക്ലിയർ ആക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം ഈ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, ഈ ചുട്ടമല്ലി സോങ്ങല്ലേ, അത് 5 ലാംഗ്വേജിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഹിന്ദി, തെലുങ്ക്, തമിഴ്, പിന്നെ കന്നഡ, പിന്നെ മലയാളം. അങ്ങനെ 5 ലാംഗ്വേജസിൽ ഞാനതൊന്ന് പാടി നോക്കി, ട്രൈ ചെയ്ത് നോക്കി. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.